പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മൾ കർത്താവിന്റെ കുരിശു മരണത്തിന്റെ പ്രത്യേകമായ അനുസ്മരണ ദിനത്തിലേക്ക് എത്തുന്നത് കൊണ്ടാണ് നമ്മൾ തുടർച്ചയായിട്ടുള്ള ആ ഭാഗം നിന്ന് വ്യത്യാസമായിട്ടെന്ന് നമ്മൾ കർത്താവിന്റെ കുരിശു മരണത്തിലൂടെ കൈവന്ന രക്ഷയെ പറ്റി പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും കുരിശിന്റെ അടയാളം വിശ്വസിക്കുന്നവരാണ്. കുരിശ് ധരിക്കാറുണ്ട്. കുരിശ് നമ്മൾ സഞ്ചരിക്കുന്ന വാഹനത്തിൽ വെക്കാറുണ്ട്. തീർച്ചയായിട്ടും വീടുകളിൽ ഒരു പ്രധാന സ്ഥാനത്ത് കുരിശ് സ്ഥാപിക്കുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളിൽ ആരംഭിക്കുന്ന കുരിശ് അടയാളത്തോടെയാണ്. എന്തുകൊണ്ടാണ് നമ്മളിതൊക്കെ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. എങ്കിലും കൃത്യമായിട്ടൊന്ന് അറിയണം നല്ലതാണ്. വിശുദ്ധ ക്ലാര പുണ്യവതിയുടെ ജീവിതത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ക്ലാര പുണ്യവതിയുടെ ഗവൺമെന്റിൽ 100 കണക്കിന് കന്യാസിമാരുണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും മാരകമായ ഒരു രോഗം പിടിപെട്ട് അതൊരു പകർച്ചവ്യാധിയായിരുന്നു. നിലവിലുള്ള ചികിത്സകൾ എല്ലാം ചെയ്തു നോക്കി ആർക്കും ഒരു ചെറിയ വ്യത്യാസം പോലും വന്നില്ല. അപ്പൊ അങ്ങനെ ഇൻഫർമേരി രോഗികളെ ശുശ്രൂഷിക്കുന്ന സിസ്റ്ററിന് തോന്നി ക്ലാരയോട് പറയാതെ, അത് ക്ലാര പുണ്യവതി ഒന്നുമല്ല, നമുക്കറിയാമല്ലോ. ക്ലാരയോട് എന്ന് പറഞ്ഞപ്പോ ക്ലാര വന്നിട്ട്, കന്യാസ്ത്രീയായ ക്ലാര വന്നിട്ട് ആ മുറിക്കകത്ത് കയറി എന്ന് തന്റെ കൈകൊണ്ട് ഒരു കുരിശടയാളം ആ എയറിൽ ഒരു കുരിശടയാളം വരച്ചു. വരച്ച ഉടനെ തന്നെ ആ ക്ഷണത്തിൽ എല്ലാ രോഗികളും സുഖം പ്രാപിച്ചു, നോർമൽ ആരോഗ്യത്തിലേക്ക് വന്നു. അപ്പൊ കുരിശിന്റെ അടയാളത്തിന് എത്രമാത്രം ശക്തി ഉണ്ടെന്ന് നമുക്ക് ഇതൊരു ചെറിയ എക്സാമ്പിൾ ആണ്. പക്ഷേ കുരിശുമരണത്തിന്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത് ദൈവത്തിന്റെ ശക്തി എന്നാണ് കുരിശിനെ വിളിക്കുന്നത്. ദൈവത്തിന്റെ ശക്തിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ ഈശോ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്: നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാനാകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഞാനാകുന്നു എന്ന പ്രയോഗം യഹോവ താൻ ആരാണെന്ന് മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത പേരാണത്. അങ്ങ് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി ഞാൻ ആകുന്നു. അപ്പോൾ ഈശോ പറയാണ്, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ ആകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കും. അതായത് കർത്താവ് കുരിശിൽ വധിക്കപ്പെടുമ്പോൾ, കുരിശിൽ കർത്താവ് തന്റെ ജീവൻ ഹോമിക്കുമ്പോൾ, അപ്പോൾ ലോകം അറിയും. എന്തറിയും? അവിടുന്ന് ദൈവമാണ് എന്ന് ലോകം അറിയും. അതിന്റെ സൂചനകളാണ് മത്തായി 27-ൽ 50 മുതൽ 53 വരെ വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. അവിടെ പറയുന്നത് എങ്ങനെയാണ്: യേശു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പ്രാണൻ വെടിഞ്ഞു. അപ്പോൾ ദേവാലയത്തിലെ തിരശീല മുകൾ മുതൽ അടിവരെ 2-ആയി കീറി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു, നിദ്ര പ്രാപിച്ച അനേകം വിശുദ്ധരുടെ ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു. ശതാധിപനും ഈ സംഭവങ്ങളെല്ലാം കണ്ടു നിന്നവരും, അതായത് പട്ടാളക്കാർ വരും, അത്യധികം ഭയപ്പെട്ട് സത്യമായും ഇവൻ ദൈവപുത്രനാകുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. തുടർന്ന് അത് മത്തായിയുടെ വിവരണമാണ്. ലൂക്ക ഒരു കാര്യം അഡീഷണൽ ആയിട്ട് ചേർക്കുന്നുണ്ട്. അത് 24-48. അതിങ്ങനെയാണ് പറയുന്നത്: ജനക്കൂട്ടമെല്ലാം, അല്ലെങ്കിൽ കാഴ്ച കാണാൻ വന്ന അവിടെ മലയിൽ പതിവാണ് ഈ കുറ്റവാളികളെ കുറിച്ച് തരച്ചു കൊല്ലുക എന്നുള്ളത്. ചിലർക്ക് അത് കണ്ടു രസിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ എന്തായാലും ഒരുമിച്ച് കൂടും. അവരെപ്പറ്റി പറയാണ്, അങ്ങനെ ഇത് കാണാൻ വേണ്ടി മാത്രം വന്ന ജനക്കൂട്ടമെല്ലാം സംഭവിച്ചവ കണ്ട് മാറത്തടിച്ചുകൊണ്ട് തിരിച്ചുപോയി. ക്രിസ്തുവിന്റെ കുരിശുമരണം പ്രപഞ്ച സംവിധാനത്തിൽ മാറ്റം വരുത്തുന്നുണ്ട്, ഭൂമിയിൽ മാറ്റം വരുത്തുന്നുണ്ട്, മരിച്ചുപോയ
ഒരു മാറ്റം വരുത്തുന്നുണ്ട്. മറ്റുള്ളവരുടെ ഈ അതികഠിനമായ വേദന അനുഭവിച്ചുള്ള മരണം കണ്ട് രസിക്കാൻ വരുന്ന ക്രൂരരായ മനുഷ്യർക്കും മാറ്റം വരുന്നുണ്ട്. കർത്താവിന്റെ കുരിശു മരണം അതുകൊണ്ടാണ് ലോകത്തെ മുഴുവനും രക്ഷിച്ചു, വീണ്ടെടുത്തു, ലോകത്തെ നവീകരിച്ചു. പ്രപഞ്ചത്തിൽ കണ്ട പ്രത്യേകതകൾ, ആകാശത്തില് സൂര്യൻ പകൽ സമയത്ത് അന്ധകാരം ഭൂമി മുഴുവനും, അങ്ങനെ എഴുതിയിരിക്കുന്നത്, ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു എന്ന് പറയുന്നു. ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു എന്നതിന്റെ തുടർന്ന് പറയുന്നത് ഭൂമി കുലുങ്ങി എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും സംജാതമായി യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിലൂടെ എന്നൊരു സൂചന തരികയാണ്. അതുപോലെ പറയുന്നുണ്ട്, ദേവാലയത്തിൽ തിരശീല മുകൾ മുതൽ താഴെ രണ്ടായി കീറി. നമുക്കറിയാം, ആദത്തിന്റെ പാപം ആ നിമിഷം മുതൽ മനുഷ്യകുലം ദൈവത്തിൽ നിന്ന് പൂർണ്ണമായി അകന്നു. യെശയ്യായുടെ പുസ്തകം 59 പറയുന്നുണ്ടത്, നിങ്ങളുടെ പാപം നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. അപ്പൊ ആ മനുഷ്യനും ദൈവവും തമ്മിൽ നിത്യമായ ഒരു അകൽച്ച സംഭവിച്ചു പോയി. ദൈവത്തിങ്കലേക്ക് മനുഷ്യന് വരാൻ സാധ്യമല്ല, ദൈവത്തെ ദർശിക്കാൻ അനുഭവിക്കാനോ സാധ്യമല്ല എന്ന് നിരന്തരം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ജെറുസലേം ദേവാലയത്തിൽ ഹോളി ഓഫ് ഹോളീസ്, അതിവിശുദ്ധ സ്ഥലവും ഹോളി എന്ന സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്ന ഒരു വലിയ ഒരു തിരശീല, അത് കർട്ടനല്ല, അത് വലിയ ഒരു പ്രത്യേക തുണി, നെയ്തുണ്ടാക്കിയ തുണിയാണ്. അത് കീറുക എന്ന് പറയുന്നത് തീർത്തും അസാധ്യം, അത്തരത്തിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ അത് മനുഷ്യന്റെ ഇടപെടലൊന്നും ഇല്ലാതെ ആ തുണി തന്നെ കീറിപ്പോയി എന്ന് പറയുമ്പോൾ ദൈവവും മനുഷ്യനും തമ്മിൽ നിത്യമായി ഉണ്ടായിരുന്ന ആ വേർപെടൽ, ആ അകൽച്ച ക്രിസ്തുവിന്റെ കുരിശുമരണത്തോടെ എന്നേക്കുമായി പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു. ദൈവവും മനുഷ്യനും തമ്മിൽ ഗാഢമായ ബന്ധത്തിലായി കർത്താവിന്റെ കുരിശുമരണം എന്ന് അത് സൂചിപ്പിക്കാം. അതുകൊണ്ട് ഈശോ പറയുന്ന മറ്റൊരു വചനം കൂടെ നമുക്ക് ഓർക്കാം. യോഹന്നാൻ 12:32 യോഹന്നാൻ 12:32, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും. അപ്പോൾ കർത്താവ് കുരിശിൽ മരിക്കുന്നതിനെ പറ്റിയാണ് ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുക എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. അത് വളരെ സത്യമാണ്. ഇന്ന് കുരിശ് കാണുമ്പോൾ സർവരും അറിയാതെ നമിച്ചു പോവുകയാണ്. കർത്താവിന്റെ കുരിശിലെ മരണസമയത്തുണ്ടായ ഏറ്റവും വലിയ പ്രത്യാശ ശതാധിപനാണ്. ഈ പിലാത്തോസിന്റെ ഓർഡർ അനുസരിച്ച് കുറ്റവാളിയെ ക്രൂരമായി പീഡിപ്പിച്ച് വധിക്കണം എന്നുള്ളതാണ് ശതാധിപന്റെ ഡ്യൂട്ടി. പക്ഷെ മറ്റു ഒരു കുറ്റവാളിയോടും ചെയ്തിട്ടില്ലാത്ത അതിക്രൂരതയാണ് ഈശോയോട് ഈ ശതാധിപന്റെ നേതൃത്വത്തിലുള്ള പട്ടാളക്കാർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഈശോയെ ഒരു തരത്തിലും അംഗീകരിക്കാനോ സ്വീകരിക്കാനോ സ്നേഹിക്കാനോ സാധിക്കും. ഈശോയെ അങ്ങേയറ്റം വെറുത്ത്, ഈശോയെ അങ്ങേയറ്റം ചെയ്യാവുന്ന പരമാവധി രീതിയിൽ ഉപദ്രവിച്ച് പീഡിപ്പിച്ച് വധിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ശതാധിപൻ തന്നെയാണ് അവിടെ എല്ലാവരുടെയും കാണെ ഈശോ ദൈവമാണെന്ന് ഏറ്റു പറയുന്നത്. അതിന് കാരണമായത് കർത്താവിന്റെ കുരിശിലെ മരണമാണ്. അത് മത്തായി പ്രത്യേകം പറയുന്നുണ്ട്, ലൂക്കായും മത്തായും പ്രത്യേകം പറയുന്നുണ്ട്, കുരിശിൽ മരിക്കുന്ന യേശുവിന് അഭിമുഖമായി നിന്ന ശതാധിപൻ സംഭവിച്ചവയെല്ലാം കണ്ട് മാറത്തടിച്ചുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറയും, സത്യമായ ദൈവമാണ്. കർത്താവിന്റെ കുരിശുമരണത്തിന് ദൃക്സാക്ഷിയാണ് ശതാധിപൻ. അപ്പൊ കർത്താവിന്റെ കുരിശുമരണം കണ്ടപ്പോ അത് എന്താണെന്ന് നമുക്ക് എക്സ്പ്ലനേഷൻ അവിടെ ഇല്ല. നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, കർത്താവ് കുരിശിൽ മരിച്ചപ്പോൾ ഈ വ്യക്തിക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റി, രക്ഷ കിട്ടിയതിന്റെ ഒരു ഏറ്റുപറച്ചിലാണ് ഈശോ ദൈവമാണെന്ന് ഏറ്റുപറച്ചിൽ. അല്ലാതെ അയാൾ വേറെ എങ്കിലും പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസംഗം കേട്ടിട്ടോ അല്ലെ കർത്താവ് മരിക്കുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് ഒരു മെസ്സേജ് വന്ന് കേട്ടിട്ടോ ഒന്നുമല്ല. അയാളുടെ ഉള്ളിൽ നിന്ന് പറയാണ് ഇവൻ സത്യമായ ദൈവമാണ്. അപ്പൊ അങ്ങനെ പറയണമെങ്കിൽ അയാൾക്ക് ആ സമയത്ത് രക്ഷാനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കർത്താവ് കുരിശിൽ മരിക്കുന്ന സമയത്ത് നല്ല കള്ളൻ കർത്താവിനോട് പറയുന്നത് നമുക്കതറിയാവുന്ന ആൾ, അങ്ങേ രാജ്യത്ത് വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ. അവനെവിടുന്ന് ഈ ബോധ്യം കിട്ടുന്നു? അവൻ ഇതിനു മുമ്പ് ഈശോയെ പറ്റി കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ സാധ്യത കുറവാണ്. സൂചനകളൊന്നും ബൈബിളിലില്ല. പക്ഷെ പിന്നെ എങ്ങനെയാണ് അവന് ഈ ഈശോയോട് ഇങ്ങനെ പറയാൻ പറ്റുന്നത്? അപ്പൊ ഈശോയുടെ കുരിശുമരണത്തിന്റെ ഫലം അവിടെ തന്നെ പ്രകടമാകുകയാണ്. ആ കുരിശുമരണത്തിന്റെ ഫലമാണ് ലോകം മുഴുവനിൽ ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും പറഞ്ഞ ശേഷം നമുക്ക് ഒരു പാട്ട് പാടാം. നമ്മൾ നേരത്തെ പാടാറുള്ളതാണത്. കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ, കുരിശേ
നമോ നമ. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമോ നമ. ഈശോയുടെ കുരിശുമരണത്തിന്റെ കുരിശുമരണത്തോട് നമുക്ക് ലഭിച്ച രക്ഷയെ പറ്റി പറയാനാണ് ഇന്ന് പോകുന്നത്. ഒന്നാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈശോ സ്വതന്ത്ര മനസ്സോടെ കുരിശുമരണത്തെ ആശ്ലേഷിച്ചു എന്നതാണ്. ഒരുപക്ഷെ കർത്താവ് നിവൃത്തിയില്ലാതെ അധികാരത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ പട്ടാളക്കാരുടെ മുമ്പിൽ കർത്താവ് കീഴടങ്ങുകയായിരുന്നു എന്ന് നമുക്ക് തോന്നിയേക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് തോന്നിയേക്കാം. നമുക്ക് തോന്നാൻ സാധ്യതയില്ല, അവിശ്വാസികൾക്ക് തോന്നിയേക്കാം. പക്ഷെ എന്താ സംഭവിച്ചത്? അത് യാദൃശ്ചികമല്ല എന്നതിന് അനേക തെളിവുകൾ വേദപുസ്തകത്തിലുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈശോ യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തില് 14-15 വാക്യത്തിൽ പറയുകയാണ്, ഞാൻ നല്ല ഇടയനാണ്, ഞാൻ ആടുകൾക്ക് വേണ്ടി എൻ്റെ ജീവൻ അർപ്പിക്കുന്നു. അപ്പൊ ഈശോയുടെ കുരിശുമരണം ഈശോ സ്വപ്നം കണ്ടിരുന്ന, മുൻകൂട്ടി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണെന്ന് അവിടെ ഈശോ തന്നെ വെളിപ്പെടുത്തുകയാണ്. അതുപോലെ അതേ അധ്യായം യോഹന്നാൻ 10-ന്റെ-18 ഈശോ ഒന്നുകൂടി തെളിച്ചു പറയുന്നുണ്ട്, ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയല്ല, ഞാനത് സ്വമനസാ അർപ്പിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 50-ാം വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട്, എനിക്കൊരു സ്നാനമേൽക്കാനുണ്ട്, അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. ഇവിടെ ഈ സ്നാനം അല്ലെങ്കിൽ മാമോദിസ എന്നതിന്റെ അർത്ഥം കർത്താവിന്റെ കുരിശ് മരണമാണ് എന്ന് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1225 റെഫറൻസ് ഉണ്ട്. കർത്താവ് തന്റെ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം തന്നെ ജെറുസലേമിൽ പോയി മരിക്കുക എന്നാണ് എന്ന് ശിഷ്യന്മാരോട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് കർത്താവ് പറഞ്ഞത് സന്ദർഭം വളരെ പ്രധാനപ്പെട്ട സന്ദർഭം. നമ്മൾ പഠിച്ചതാണ് ആ വിഷയം. ഈശോ ദൈവപുത്രനാണ് എന്ന് പത്രോസ് ഏറ്റു പറയുന്ന പശ്ചാത്തലമാണ്. പത്രോസ് പറയുന്നതാണ്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ മറ്റു ശിഷ്യന്മാർക്ക് വേണ്ടിക്കൂടിയൊക്കെ പത്രോസ് പറഞ്ഞു, നീ സജീവനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു അഥവാ മിശിഹായാണ്. അപ്പൊ മിശിഹായാണ്, നസ്രായനായ ഈശോ മിശിഹായാണ്, അല്ലെ ക്രിസ്തുവാണെന്ന് പത്രോസ് പറയുന്നത് പൂർണ്ണ സത്യമാണ്. അത് ഈശോ അംഗീകരിച്ചുകൊണ്ട് എടുത്ത് പറയുന്നുണ്ട്, നിന്റെ ബുദ്ധിയല്ല, മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവാണ് ഇത് വെളിപ്പെടുത്തി തന്നത് എന്ന് പറഞ്ഞ ശേഷം പത്രോസിന്റെ ആ ഏറ്റുപറച്ചിലിനെ അടിവരയിടാൻ വേണ്ടി കർത്താവ് പത്രോസിന് നീ ഭാഗ്യവാനെന്ന് വിളിക്കുന്നുണ്ട്, സ്വർഗത്തിന് താക്കോൽ തരാമെന്ന് പറയുന്നുണ്ട്, ഈ പാറ വല്ല സഭയാൻ സ്ഥാപിക്കുമെന്ന് പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഈ പത്രോസ് പറഞ്ഞ ക്രിസ്തു എന്ന വാക്കിന് ഒരു പ്രത്യേക അർത്ഥമുണ്ട്. അത് പത്രോസിന് അറിയാൻ പാടില്ല, അത് വെളിപ്പെടുത്തി കിട്ടിയിട്ടില്ല. ക്രിസ്തുവാണെന്ന് മാത്രം വെളിപ്പെടുത്തി കിട്ടി, ക്രിസ്തുവാണെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അത് ഈശോ പിന്നെ തുറന്ന് പറയുന്നുണ്ട്. ഈശോ പറയുന്നത് ഇങ്ങനെയാണ്, അപ്പോൾ മുതൽ യേശു, മത്തായി 16:21 അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും, ഈ ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുക എന്ന അർത്ഥം ജെറുസലേമിൽ പോയി കുരിശിൽ മരിക്കുക എന്നാണ്. ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും അവരെ അറിയിച്ചു തുടങ്ങി. അപ്പം ഈശോ ബോധപൂർവം സ്നേഹത്തോടെ ആശ്ലേഷിച്ച ഒന്നാണ് പീഡാസഹനം കുരിശുമരണം എന്ന് വളരെ വ്യക്തമാണ്. ഹെബ്രായ ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ ഹെബ്രായ ലേഖന കർത്താവ് പൗലോസ് അപ്പോസ്തലൻ ഒന്നുകൂടെ അത് പറഞ്ഞു തരുന്നുണ്ട്. അത് പറയുന്നതിന് പ്രത്യേകതയുള്ളത്, ഈശോ മനുഷ്യ അവതാരം ചെയ്തപ്പോൾ തന്നെ
കുരിശ് മരണം കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് കാണിക്കുകയാണ്. മനുഷ്യാവതാരം ചെയ്തപ്പോൾ തന്നെ കർത്താവ് ഭൂമിയിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് നമ്മുടെ ഇടയിലേക്ക് വന്നതിപ്പോൾ തന്നെ ഈ ഈ പീഡാസകനവും കുരിശുമരണവും കർത്താവിന്റെ പ്ലാനിൽ ഉണ്ടായിരുന്നു എന്ന് കാണിക്കത്തക്കവണ്ണമാണ് എഴുതി വച്ചിരിക്കുന്നത്. എബ്രായലേഖനം 10:5 മുതൽ പറയാണ്, ഇതിനാൽ അവൻ യേശു ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അരുൾ ചെയ്യുന്നു, ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല, എന്നാൽ അവിടുന്ന് എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു. ദഹന ബലികളും പാവപരിഹാര ബലികളും അവിടുന്ന് സംപ്രീതനായി, പാവപരിഹാര ബലികളിലും അവിടുന്ന് സംപ്രീതനായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, പുസ്തക ചുരുളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന പോലെ ദൈവമേ, അവിടുത്തെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. അപ്പോൾ പഴയ നിയമത്തിലെ ബലികള് അത് മൃഗബലികളായിരുന്നല്ലോ. ആട്ടിൻകുട്ടികളെയോ മുട്ടാടുകൾ ആട്ടിൻകുട്ടികളെയോ കാളക്കിടാങ്ങളെയോ അറുത്ത് അവയുടെ രക്തം ദൈവത്തിന് ബലി അർപ്പിക്കുന്നു. അതിലൊന്നും ദൈവം സംപ്രീതനായില്ല എന്നും എന്നിട്ട് അവിടെ പറയാം, പൗലോസ് അപ്പോസ്തലൻ ഈ ഭാഗത്ത് പറയാണ്, എനിക്ക് അങ്ങ് ഒരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു. അതിന് സൂചന എന്താണ്? ഈ ശരീരം ബലിയായി അർപ്പിക്കപ്പെടാനുള്ളതാണ്. അത് ഇപ്പോൾ വായിച്ചത് 7-ാം വാക്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് പോലെ ദൈവമേ, അവിടുത്തെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. അവസാനം അതെന്താണെന്ന് വ്യക്തമാക്കുന്നത് 9-ാം വാക്യത്തിലും 10-ാം വാക്യത്തിലും പറയുന്നുണ്ട്. അവൻ പറഞ്ഞു, അവിടുത്തെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. രണ്ടാമത്തേത് സ്ഥാപിക്കാനായി ഒന്നാമത്തേത് അവൻ നീക്കിക്കളയുന്നു. അവിടുത്തെ ഹിതത്താൽ യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അർപ്പണത്തിലൂടെ എന്നേക്കുമായി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ തിരുവചന ഭാഗത്ത് നമ്മൾ കാണാൻ ശ്രമിച്ച ഇതാണ്, കർത്താവിന്റെ ജീവിതത്തിന്റെ പരജീവിത ആരംഭത്തിലോ അല്ല അതിന്റെ മധ്യഭാഗത്തോ അതിന്റെ അവസാന ഭാഗത്തോ അല്ല ഈ കുരിശുമരണം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവിടുന്ന് മനുഷ്യനായി അവതരിച്ചപ്പോ തന്നെ ആദ്യം തന്നെ ഉദ്ദേശം ഉണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ കർത്താവ് ഈ ഗത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം അവിടെ ഗത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന് ഒരു അല്പനിമിഷത്തേക്കെങ്കിലും ഒരു കുരിശുമരണം ഒഴിവാക്കാനുള്ള ഒരു പ്രലോഭനം ഉണ്ടായതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. പക്ഷെ അത് അപ്പൊ തന്നെ പ്രലോഭനം ഉണ്ടായതും വിജയിച്ചതും ഒരേ സമയത്താണ്. അത് ഈശോയുടെ പ്രാർത്ഥന എങ്ങനെയാണ്? പിതാവേ, അങ്ങേക്ക് ഹിതമെങ്കിൽ ഈ പാനപാത്രനെ കടന്നു പോകട്ടെ, എന്നാൽ എന്റെ ഹിതമല്ല അങ്ങ് ഹിതം നിറവേട്ടെ. അപ്പൊ അവിടെ ഒരു സെക്കൻഡ് പോലും ഗ്യാപ്പ് ഉണ്ടെന്ന് തോന്നുന്നില്ല. പ്രലോഭനം ഉണ്ടായെന്ന് കാണിക്കാൻ നല്ലതാണത്. ആ ഭാഗം കർത്താവ് വചന സുവിശേഷം എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ പ്രലോഭനം ഉണ്ടായെങ്കിലും കർത്താവ് തന്റെ സന്ദേശത്തിന് കീഴ്പ്പെട്ടില്ല. അപ്പൊ തന്നെ പിതാവിന്റെ ഇഷ്ടത്തിന് പൂർണ്ണ കീഴ്വഴങ്ങുന്നത്. അതും ഒരു സൂചനയാണ്. പീഡാസകനത് കർത്താവ് കാത്തിരിക്കുകയായിരുന്നു, ഒരുങ്ങിയിരിക്കുകയായിരുന്നു. സ്വമനസാലെ അത് ഏറ്റെടുത്തതാണ്. യോഹന്നാൻ 18-ന്റെ 3 മുതലുള്ള ഭാഗങ്ങൾ കർത്താവിനെ അറസ്റ്റ് ചെയ്യുന്ന രംഗമാണ്. അത് ഇതൊന്നുകൂടെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ അവസാനം ആ സമയത്ത് പോലും കർത്താവ് സ്വമനസാലെ തന്റെ പീഡാസകനത്തെ സ്വീകരിക്കുന്നതാണ് കാണുന്നത്. യോഹന്നാൻ 18:3 മുതൽ യൂദാസ് ഒരു ഗണം പടയാളികളെയും പ്രധാന പുരോഹിതന്മാരെയും പരിസേയരെയും അടുക്കൽ നിന്ന് സേവകരെയും കൂട്ടി വിളക്കുകളും പന്തങ്ങളും ആയുധങ്ങളുമായി അവിടെ എത്തി. തനിക്ക് സംഭവിക്കാനിരിക്കുന്നതെല്ലാം അറിഞ്ഞിരുന്ന യേശു മുന്നോട്ട് വന്ന് അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവർ പറഞ്ഞു, നസറായനായ യേശുവിനെ. യേശു പറഞ്ഞു, ഞാൻ ആകുന്നു. അവനെ ഒറ്റക്കൊടുത്ത യൂദാസും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ആകുന്നു എന്ന് അവൻ പറഞ്ഞപ്പോൾ അവർ പിൻവലിയുകയും നിലം പതിക്കുകയും ചെയ്തു. അവൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? അവർ പറഞ്ഞു, നസ്രായനായ യേശുവിനെ. യേശു പ്രതിവചിച്ചു, ഞാൻ ആകുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ. നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ അവർ പൊയ്ക്കൊള്ളട്ടെ. 12-ാം വാക്യം, അപ്പോൾ പടയാളികളും അവരുടെ അധിപന്മാരും യഹൂദരുടെ സേവകരും കൂടി യേശുവിനെ പിടിച്ചു ബന്ധിച്ചു. അപ്പോ ആദ്യത്തെ പ്രാവശ്യം ഈശോ ഞാനാകുന്നു പറഞ്ഞപ്പോൾ നിലംപതിച്ചു. ഈശോയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ട് ആ സമയത്ത് അവിടുന്ന് രക്ഷപ്പെടാൻ. പക്ഷെ ഈശോ കുനിഞ്ഞ് ബോധം കെട്ടി കിടക്കുന്നവരെ ആശീർവദിച്ച്
ഉയർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ എന്നെ പിടിച്ചോ, ശിഷ്യന്മാരെ വെറുതെ വിട്ടേക്ക് എന്ന് പറയാം. ഈശോ സ്വതന്ത്ര മനസ്സോടെ ഒരു സ്നേഹത്തിന്റെ ഒരു സമർപ്പണമായിട്ടാണ് കുരിശുമരണത്തെ കാത്തിരുന്നതും അതിന് സമയമായപ്പോൾ തന്നെ അതിനായി അർപ്പിച്ചതും. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈശോയുടെ കുരിശുമരണത്തെ പറ്റി ധ്യാനിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈശോ നമ്മുടെ പകരക്കാരനായി എന്നാണ്. ഈശോ നമ്മുടെ പകരക്കാരനായി എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? മനുഷ്യപാപത്തിന്റെ അനന്തര ഫലങ്ങളെല്ലാം നമ്മുടെ സ്ഥാനത്ത് നമുക്ക് വേണ്ടി യേശു ഏറ്റെടുത്തു. പാപത്തിന്റെ ഏറ്റവും വലിയ അനന്തര ഫലം മരണമാണ്. പൗലോസ് അപ്പോസ്തലൻ റോമ 6:23 പറയുന്നത് എങ്ങനെയാണല്ലോ, പാപത്തിന്റെ വേതനം മരണമാണ്. ഈ മരണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉണ്ട്. നമ്മൾ ഏതോ ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ് എന്റെ വിചാരം. 5 അർത്ഥങ്ങളാണുള്ളത് മരണം എന്ന വാക്കിന് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ. ദൈവത്തോടുള്ള അകൽച്ച, നമ്മുടെ തന്നെ ഉള്ളിൽ നടക്കുന്ന ഒരു സംഘട്ടനം, അതായത് നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ഇച്ഛകളെ നിയന്ത്രിക്കാനുള്ള നമ്മുടെ ആത്മാവിന്റെ കഴിവുകേട്. അതാണ് പൗലോസ് അപ്പോസ്തലൻ പിന്നെ പറയുന്നത്, ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്നു, ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരു സംഘർഷമാണ്, ആന്തരിക സംഘർഷമാണ്, മനുഷ്യന്റെ ഉള്ളിൽ നടക്കുന്നതാണ്. അപ്പൊ ദൈവത്തോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു. മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ആ എക്വിലിബ്രിയം, ആ ഒരു ആന്തരിക സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നു. മരണത്തിന്റെ മൂന്നാമത്തെ അർത്ഥം, ആദത്ത് എന്റെ അസ്ഥിയുടെ അസ്ഥി മാംസത്തിന്റെ മാംസം എന്ന് വിളിച്ചിരുന്ന ഭാര്യയിൽ നിന്ന് ആദം അകലുന്നവൾ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. പിന്നെ നാലാമത്തെ അർത്ഥം, പ്രപഞ്ചം മനുഷ്യനെ ശത്രുവായി തീരുന്നു, എതിരായി തീരുന്നു. പ്രപഞ്ച സൃഷ്ടികളെല്ലാം മനുഷ്യന്റെ കീഴിൽ നിന്നിരുന്നതാണ്, മനുഷ്യന്റെ നിയന്ത്രണത്തിലായിരുന്നു. അതെല്ലാം തിരിച്ചായി. അതുപോലെ തന്നെ ഫിസിക്കൽ രോഗപീഠ, മരണവും. ഈ 5 അർത്ഥമാണ് മരണത്തിന് CCC 399 400 കണ്ണികൾ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പം പാപത്തിന്റെ വേദന മരണമാണ്. അതാണ് ഈശോ ഏറ്റെടുത്തെന്ന് പറയുമ്പോൾ കുരിശു മരണം മാത്രമല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പറയുന്ന പാപത്തിന്റെ എല്ലാ അനന്തര ഫലങ്ങളും ഈശോയ്ക്ക് അതിന് അർഹതയില്ല. കാരണം ഈശോ പാപം ചെയ്തിട്ട്, പാപം അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത ആളാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ഈശോ എന്തിനാ ഇതൊക്കെ ഏറ്റെടുക്കുന്നത്? അതുകൊണ്ടാണ് പത്രോസ് ശ്രീയായുടെ 1-ാമത്തെ ലേഖനത്തിൽ 2:24, 1 പത്രോസ് 2:24, പത്രോസ് വികാരാധീനനായിട്ടാണ് അത് പറയുന്നത്. നമുക്കത് ആത്മാവിൽ വായിക്കുമ്പോഴേ വഴിയിട്ടുള്ളൂ. ഈ വചനമൊക്കെ ആത്മാവിൽ വായിക്കണം, അല്ലാതെ വെറുതെ കണ്ണുകൊണ്ട് വായിച്ചാൽ അർത്ഥമൊക്കെ മനസ്സിലായേക്കും. പക്ഷെ അതിന്റെ അത് പറയുന്ന ആള് പറയുന്ന സമയത്ത് ഉണ്ടായ ഫീലിങ്സ് കിട്ടിയല്ല നമുക്ക്. പരിശുദ്ധാത്മാവിൽ വായിച്ചാൽ അത് കിട്ടുകയുള്ളൂ. പത്രോസ് എന്താ പറയുന്നത്? പത്രോസിന് 1:2-24 പറയുന്നത്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് രാത്രി ലിവിംഗ് ബൈബിൾ വായിക്കുമ്പോൾ കുറച്ചുകൂടെ അർത്ഥവത്തായിട്ട് തോന്നും. ഈ ദ ലോർഡ് ഓഫ് അവർ സിൻസ് എന്നാ പറയുന്നത്. ഹി ടുക്ക് അപ്പോൺ ഹിംസെൽഫ് ദ ലോർഡ് ഓഫ് അവർ സിൻസ്. അപ്പം 1 പത്രോസ് 2:24, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ച് അവൻ കുരിശിലേറി, അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനത്രേ. അപ്പം യേശു നമ്മുടെ പകരക്കാരനായി എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ അറിയേണ്ടതാണ് പാപവും പാപത്തിന്റെ അനന്തരഫലങ്ങളും എല്ലാം കർത്താവ് നമുക്ക് വേണ്ടി ഏറ്റെടുക്കുന്നു. ആ അർത്ഥത്തിലാണ് അവിടെ നമ്മുടെ പകരക്കാരനായി എന്ന് പറയുന്നത്. അവിടെയാണ് 2 Corinth 5:21 വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. 2 Corinth 5:21. അതിങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്, അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. ആ കമ്പാരിസൺ, ആ കോൺട്രഡിക്ഷൻ അതാണ്. പാപം എന്താണെന്ന് പോലും അറിയത്തില്ലാത്ത അത്രയ്ക്കും പരിശുദ്ധനായവനെ ദൈവം എന്താക്കി? പാപമാക്കി എന്നാ പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ
ഒരു വലിയ സത്യം പഠിപ്പിക്കുകയാണ്. പരിശുദ്ധനായ ദൈവം പാപത്തിന്റെ കൂമ്പാരമായി തീർന്നു. പരമപരിശുദ്ധനായ പുത്രൻ തമ്പുരാൻ പാപത്തിന്റെ കൂമ്പാരമായി തീർന്നു. യേശുവിലേക്ക് നോക്കിയാൽ പാപം എന്ന് പേര് വിളിക്കാൻ തോന്നിപ്പോകും. അത്രയ്ക്കും ഈശോ പാപമായി തീർന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വചനം പറയുന്നത് അങ്ങനെയാ. അവരിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ, അതായത് യേശുവിനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി, നമുക്ക് വേണ്ടി. അതുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ ഈശോയെ പറ്റി സ്നാപകന് എന്തെല്ലാം കാര്യം പറയാൻ സാധിക്കും. ഈശോയുടെ ഒരു ബന്ധു എന്നതിലുപരി ഈശോ ആരാണെന്ന് തന്റെ സമഗ്രതയിൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്ന യോഹന്നാനാണ്. കാരണം യോഹന്നാനാണ് ഈശോയുടെ പ്രിക്കർസർ, അല്ലെ ഈശോയെ ലോകത്തിന്റെ മുമ്പിൽ ശരിയായ രീതിയിൽ അവതരിപ്പിക്കേണ്ട ആള് യോഹന്നാനാണ്. യോഹന്നാൻ ഈശോയെ കണ്ടപ്പോഴുള്ള പറയാനുള്ള ഏക വാക്കിതാണ്: ഇതാ ലോകത്തിന്റെ പാപം വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പം യോഹന്നാൻ എന്ന് പറയുന്നതും നമ്മൾ ഇന്നത് കേൾക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. യോഹന്നാൻ ദൈവിക ജ്ഞാനത്തോടെ സംസാരിക്കുകയാണ്. അപ്പൊ ഈശോയെ യോഹന്നാൻ കാണുന്നത് അറുക്കപ്പെടാൻ കൊണ്ടുപോകുന്ന ഒരു കുഞ്ഞാടായിട്ടാണ്. യഹൂദന്മാരുടെ ഒരു ആചാരമായിരുന്നല്ലോ, ആണ്ടുതോറും പെസഹ കാലത്ത് ഓരോ ഫാമിലിയും ആ ഫാമിലിയിൽ എല്ലാവരുടെയും പാപത്തിന് ഏകദേശം പരിഹാരമാകത്തക്ക വിധത്തിൽ അവരുടെ കഷ്ടപ്പാടിന്റെ ബുദ്ധിമുട്ടിന്റെയും ധനം ചെലവഴിച്ച് ഒരു നല്ല ആടിനെ വാങ്ങിച്ച് അതിന്റെ കഴുത്തറത്ത്, അതായത് അവരാണ് മരിക്കേണ്ടിയിരിക്കുന്നത്. പാപം ചെയ്ത മനുഷ്യനാണ് മരിക്കേണ്ടത്. അതിന് കഴിയില്ലാത്ത കാരണം, താല്പര്യമില്ലാത്ത അതിന് പകരം അവന്റെ ഒരു മൃഗത്തെ കൊല്ലുന്നു. ഇതാണ് എന്റെ ലോജിക്ക് ഇതാണ്. അപ്പൊ ഈ യോഹന്നാൻ ഈശോയെ കാണുന്നത് അങ്ങനെയാ. നല്ല അതിസുന്ദരനായ ഒരു യുവാവായ ഈശോയെ കാണുന്നത് വധിക്കപ്പെടാൻ പോകുന്ന ഒരു ആട്ടിൻകുട്ടിയായിട്ടാണ് ഈശോയെ കാണുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത് ലോകത്തിന്റെ പാപം വഹിക്കാൻ ദൈവത്തിന്റെ കുഞ്ഞാണ് എന്ന് പറയുമ്പോൾ, ലോകത്തിന്റെ പാപം വഹിക്കുക എന്ന് പറയുമ്പോൾ ലോകത്തിൽ ആദം മുതൽ ഇനി ഈ ലോകം അവസാനിക്കുന്ന അവസാനത്തെ മനുഷ്യൻ വരെ ചെയ്ത് കൂട്ടുന്ന മുഴുവൻ പാപങ്ങളും യേശു വഹിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ എഴുതിയത്: പാപം അറിയാത്തവനെ ദൈവം പാപമാക്കി. പാപത്തിന്റെ ഒരു പര്യായം പോലെ ഈശോ ആയിത്തീർന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ചിന്തിക്കാൻ ഉദാഹരണം ഉണ്ടോ എനിക്കറിയില്ല. നമ്മുടെ സമൂഹത്തിലോ ഇടവകയിലോ അല്ലെങ്കിൽ സഭയിൽ തന്നെ നമുക്ക് മാർപ്പാപ്പ എടുക്കാം. മാർപ്പാപ്പ ഹോളി ഫാദർ എന്നല്ലേ പറയുന്നത്. മാർപ്പാപ്പ ഒരു പാപം ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല, അല്ല പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഗൗരവമുള്ള പാപം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഹോളി ഫാദർ. ആ ഹോളി ഫാദർ എന്ന് പറയുന്ന ആള് മനുഷ്യൻ ചെയ്യാവുന്ന എല്ലാ തിന്മകളും, അല്ലെങ്കിൽ മനുഷ്യൻ ചെയ്യാൻ പേടിക്കുന്ന, ഭയപ്പെടുന്ന ഏറ്റവും നിഷ്ഠൂരമായ ദുഷ്ടമായ ചില തിന്മകൾ മാർപ്പാപ്പ ചെയ്തെന്ന് നമ്മൾ അറിയുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? അപ്പൊ ഇതൊരു ചേർന്ന് പോകുന്ന ഉദാഹരണമല്ല. പിന്നെ വേറെ ഉദാഹരണം എന്റെ മനസ്സിൽ വരാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതിനേക്കാളൊക്കെ അനന്തകോടി അധികം കോൺട്രഡിക്ഷൻ ആണ് ഈ പറയുന്നത്. എന്താ? പരമ പരിശുദ്ധനായവനെ പാപമാക്കി ദൈവം അത്രമാത്രം താന്നു തന്റെ പുത്രനെ, തന്റെ മടിയിരിക്കുന്നവനെ, തന്റെ അതേ സത്തയുള്ള തന്റെ പരിശുദ്ധിയിൽ അതേപോലെ തന്നെ പോലെ സമനായ ആ പുത്രനെ പാപമാക്കി ലോകത്തിന് മുമ്പിൽ പാപമായി ഈശോ. രണ്ടാമത്തെ ഒരു ആശയം പറയുന്നത് ഗലാത്യ ലേഖനം 3:13 പറയുന്നതാണ്. അതായത് ക്രിസ്തു നമ്മെ പ്രതി ശാപമായി തീർന്നു എന്നാ പറയുന്നത്. ആദ്യം പറയുന്നത് ക്രിസ്തു നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു. രണ്ടാമത്തെ ആശയം ക്രിസ്തു നമ്മെ പ്രതി ശാപമായി തീർന്നു. ആ വചനം ഇങ്ങനെയാണ്, ഗലാത്യ 3:13. ക്രിസ്തു നമ്മെ പ്രതി ശാപമായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തു. എന്തെന്നാൽ മരത്ത് തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ കാൽവരിയുടെ മലയിൽ നൂറുകണക്കിന് കുറ്റവാളികൾ വധിക്കപ്പെട്ടിട്ടുണ്ട്, കുരിശിൽ തൂക്കി. അപ്പൊ ആർക്കാണ് ഈ കുരിശിൽ മരണം കൊടുക്കുന്നത്? റോമൻ സിറ്റിസന് കൊടുക്കാൻ പാടില്ല നിയമമുണ്ട്. അതായത് ഭൂലോകത്ത് ഏറ്റവും ഹീനമായ വധശിക്ഷയാണ് ഒരു മനുഷ്യനെ മരത്തിൽ തൂക്കിക്കൊള്ളുക. അപ്പം മരത്തിൽ തൂക്കിക്കൊല്ലുന്നവരിലാരും ഏറ്റവും ശപിക്കപ്പെട്ടവരാണ് എന്നുള്ള ധാരണ എല്ലാവർക്കും ഉള്ളതാണ്.
അപ്പൊ ഈശോ കുരിശിൽ മരിക്കാതെ വേറെ തരത്തിൽ മരിക്കായിരുന്നല്ലോ ഈശോയ്ക്ക് വേണമെങ്കിൽ, പീഡയേറ്റ് മരിക്കായിരുന്നല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് ഈശോ കുരിശിൽ തന്നെ വധിക്കപ്പെടുന്നത് എന്നതിന് പൗലോസ് അപ്പോസ്തലനാണ് അതിന് കാരണം പറഞ്ഞു തരുന്നത്. എന്താണ്? നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് വീണ്ടെടുത്തു. നിയമത്തിന്റെ ശാപം എന്ന് പറയുന്നത് അത് നമ്മൾ നിയമാവർത്തന പുസ്തകം വായിച്ചാലേ പിടികിട്ടുള്ളൂ. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായത്തില് വിവരിച്ച് പറയുന്നുണ്ട് ഈ നിയമത്തിന്റെ ശാപം. അത് നിയമാവർത്തന പുസ്തകത്തില് ആദ്യത്തെ 14 വാക്യങ്ങളിൽ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്നവർക്കുള്ള അനുഗ്രഹങ്ങളുടെ വിവരണമാണ്. അതിനുശേഷം ബാക്കി നിയമാവർത്തനത്തിന്റെ 28-ാം അധ്യായം മുഴുവനും പിന്നീട് ദൈവകൽപ്പന ലംഘിക്കുന്നവർക്ക് അല്ലെങ്കിൽ പാപം ചെയ്യുന്നവർക്ക് അർഹമായ ശിക്ഷാവിധിയാണ്. ഒറ്റവാക്കി പറയുകയാണെങ്കിൽ 1 മുതൽ 14 വരെ വാക്യങ്ങളിൽ ദൈവകൽപ്പന പാലിക്കുന്നവർക്കുള്ള അനുഗ്രഹവും 15 മുതൽ അധ്യായത്തിന്റെ അവസാനം എന്ന് പറയുന്നത് 69-ാം വാക്യമാണ്. അപ്പൊ ഏതാണ്ട് ഒരു 54 വചനങ്ങൾ, 54 വാക്യങ്ങൾ നിറയെ ഈ ശാപങ്ങളുടെ ലിസ്റ്റാണ്. അത് വായിച്ചാൽ നമുക്ക് പിന്നെ ജീവനോടിരിക്കാൻ പ്രയാസം വരും. അതുപോലത്തെ ശാപങ്ങൾ ആണ് കർത്താവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് മോശ വഴി. എന്നാൽ ഒരെണ്ണം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അത് പറഞ്ഞിരിക്കുന്നത് അമ്മമാര് അവര് പ്രസവിച്ച മക്കളെ അവർ തന്നെ തിന്നുമെന്നാണ്. അതായത് ദാരിദ്ര്യവും പട്ടിണിയും കഷ്ടപ്പാടും അത്ര അങ്ങോട്ട് മൂത്തിട്ട് നിവൃത്തിയില്ലാ വരുമ്പോൾ ഒരു തള്ള അതിന്റെ തന്നെ മകനെ അല്ലെ മകളെ വെട്ടി മുറിച്ച് അതിന്റെ മാംസം ഭക്ഷിക്കും എന്ന് പോലും പറയുന്നുണ്ട്. അപ്പം ആദത്തിന്റെ ഒരു പാപത്തിന് ഉള്ള ശിക്ഷ, ആദത്തിന്റെ ഒരു പാപത്തിനുള്ള ശിക്ഷയാണ് ഈ നിയമാവർത്തനം 28-ന്റെ 15 മുതൽ 69 വരെ വാക്യങ്ങൾ വിവരിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനുശേഷം ഭൂലോകത്തുണ്ടായ പാപങ്ങൾ എത്രയേറെ. ആദമാണെങ്കിൽ ഒരു ചെറിയ പാപം ചെയ്തിട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാട്, ഒരു അനുസരണക്കാരാണ്. അതിന്റെ ശിക്ഷയാണ് ഈ പറയുന്നതല്ല, അല്ല ശിക്ഷയല്ല, ശാപം. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ലോകത്തിൽ എല്ലാ മനുഷ്യരും ചെയ്ത എല്ലാ പാപത്തിന്റെ ശാപം എത്ര നമുക്ക് അചിന്തനീയമാണ്. അതെല്ലാം കണ്ടിട്ടാണ് പൗലോസ് പറയുന്നത് ക്രിസ്തു നമ്മെ പ്രതി ശാപമായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നമ്മെ വീണ്ടെടുത്തു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഈ ശാപം എന്ന് പറയുന്നത് പാപത്തിന്റെ അനിവാര്യ ഫലമാണെന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തില് 17-18 വാക്യത്തിൽ പറയുന്നുണ്ട്. ആദത്തോടും ഹവ്വായോടും കർത്താവ് സംസാരിച്ചു കഴിഞ്ഞിട്ട് പറയുകയാണ് ശാപത്തെ പറ്റി പറയുമ്പോൾ പുരുഷനും ശാപമുണ്ട്, സ്ത്രീക്കും പ്രത്യേകമുണ്ട്. അതിനുശേഷം പിന്നെ പറയുന്നത് ഇങ്ങനെയാണ്. ആദത്തോട് പറഞ്ഞു 17-ാം വാക്യം, നീ നിന്റെ ഭാര്യയുടെ സ്വരം കേൾക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച മരത്തിൽ നിന്ന് തിന്നുകയും ചെയ്തതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. നിന്റെ ആയുഷ്കാലം മുഴുവൻ അധ്വാനം കൊണ്ട് നേരിടും ഭക്ഷിക്കും. അത് മുള്ളും മുൾച്ചെടികൾ നിനക്കായി മുളപ്പിക്കും. നീ വയൽച്ചെടികൾ ഭക്ഷിക്കും. അപ്പം ആദത്തിന്റെ പാപത്തിന്റെ ഫലമായിട്ട് മണ്ണ് ശപിക്കപ്പെട്ടെന്നാണ് പറഞ്ഞിരിക്കും. മണ്ണെന്ന് പറയുന്നത് ഭൂമി മുഴുവനുമാണ്. അപ്പം അതെല്ലാം ഈശോ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈശോ ഈ ആദം മുതൽ എല്ലാ മനുഷ്യരുടെയും പാപങ്ങളും അതിന്റെ ശാപങ്ങളും ഏറ്റെടുത്തത് കൊണ്ട് യെശയ്യാ പ്രവാചകൻ ദർശനത്തിൽ കാണുന്നതാണ്, പ്രവചനമാണല്ലോ, സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ എഴുതിയിരിക്കുന്നതാണ്. 52-ാമത്തെ അധ്യായത്തില് യെശയ്യായുടെ പുസ്തകം 52-ന്റെ 14-ലും വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് യെശയ്യാ വിലപിച്ചുകൊണ്ട് ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. 52-14 അവനെ കണ്ടവർ അമ്പരന്ന് പോയി. അവനെ കണ്ടവർ അമ്പരന്ന് പോയി. അതായത് ഒരു മനുഷ്യന് താഴെ എഴുതുന്നുണ്ട്, മനുഷ്യ സാദൃശ്യമില്ലാത്ത വിധം അവൻ തകർന്നവനായിരുന്നു. അവന്റെ രൂപമാകട്ടെ മനുഷ്യ മക്കളുടേതായിരുന്നില്ല. അപ്പൊ ഒരു കർത്താവിന്റെ പീഡാനുഭവത്തിന് മുമ്പ് അതിസുന്ദരനായ നല്ല ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരാണ് നസ്രായനായ ഈശോ. പക്ഷെ ഈ പീഡാസഹനത്തിന് ശേഷം മനുഷ്യനാണോ എന്ന് തോന്നുന്നില്ല. ഇതൊരു മനുഷ്യനാണോ എന്ന് പോലും തോന്നുന്നില്ല. അത്രയ്ക്കും വിരൂപമായി. അതൊരു ഫിസിക്കലായിട്ടുള്ള സംഭവം മാത്രമല്ല,
അത് മനുഷ്യന്റെ മുഴുവന്റെയും എല്ലാവരുടെയും പാപശാപം അല്ലെങ്കിൽ ശാപം ഏറ്റെടുത്തത് കൊണ്ടാണ് യേശു അങ്ങനെ വിരൂപനായി തീർന്നത് എന്ന് മനസ്സിലാക്കാനാണ് പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നത്. മൂന്നാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഈശോയുടെ കുരിശുമരണത്തിന്റെ കുരിശുമരണത്തിലുള്ള രക്ഷയെ പറ്റി പറയുമ്പോൾ മൂന്നാമത് പറയുന്ന ആഗ്രഹിച്ച വിഷയം ഇതാണ്: യേശു നമ്മുടെ മോചന ദ്രവ്യമായി എന്നുള്ളതാണ്. യേശു നമ്മുടെ മോചന ദ്രവ്യമായി. എന്താണ് ഈ മോചന ദ്രവ്യം എന്ന് പറയുന്നത്? ഒരാൾ കുറ്റം ചെയ്താൽ അവനെ ജയിലിലടയ്ക്കും. ഇനി ജയിലിൽ നിന്ന് അവൻ മോചിതനാകണമെങ്കിൽ, ആ ശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടണമെങ്കിൽ അവൻ ചെയ്ത കുറ്റത്തിന് ആനുപാതികമായ ധനം, മോചനദ്രവ്യം മറ്റാരെങ്കിലും അവന് വേണ്ടി കൊണ്ടുപോയി കൊടുക്കണം. അപ്പം കുറ്റവാളി ചെയ്ത കുറ്റത്തിന് അനുസൃതമായിട്ടുള്ള തുകയെ കൊടുത്തതിനെ പറ്റുള്ളൂ. എന്തെങ്കിലും തുക കൊടുത്താൽ പറ്റിയില്ല. കുറ്റവാളി ചെയ്ത കുറ്റത്തിന് അനുസൃതമായ അനുരൂപമായ വലിയ കുറ്റമാണെങ്കിൽ അതനുസരിച്ചുള്ള വലിയ തുക കൊടുക്കണം. അപ്പം യേശു നമ്മുടെ മോചനദ്രവ്യമായെന്ന് പറയുമ്പോൾ ദൈവത്തിനെതിരായ ഒരു തെറ്റ് പോലും അതിന് എത്ര വലിയ മോചനദ്രവ്യം കൊടുത്താൽ മതിയാകും. അപ്പൊ അവിടെയാണ് മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ ഈശോ തന്നെ പറയുന്നുണ്ട്: മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടാനല്ല, പ്രത്യുത ശുശ്രൂഷിക്കാനും അനേകർക്ക് മോചന ദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനും വന്നിരിക്കുന്ന പോലെ തന്നെ. അപ്പൊ ഈശോയുടെ ഭൂമിയിലേക്കുള്ള വരവിന്റെ ഉദ്ദേശം കുരിശിൽ മരിക്കാനാണ് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ വ്യക്തമാക്കുകയാണ്: മോചനദ്രവ്യമാകാനാണ്. മോചനദ്രവ്യമാകാനാണ് എന്ന് പറയുമ്പോൾ അർത്ഥം മോചനദ്രവ്യം കൊടുക്കുമ്പോൾ ഒരാൾ ഫ്രീ ആകും, നമ്മളാണ് ഫ്രീ ആകുന്നത്. അപ്പോൾ നമ്മളെക്കാൾ വില കുറഞ്ഞവനായ ഈശോ തീരുകയാണ് തീർത്തി പറയാൻ. കാരണം ഈശോയുടെ ജീവൻ വിറ്റിട്ട് നമ്മളെ വാങ്ങുകയാണ് ചെയ്യുന്നത്. ഈശോയുടെ ജീവൻ വിറ്റിട്ട് നമ്മളെ വാങ്ങുകയാണ്. അപ്പൊ ഈശോയുടെ ജീവനാകുന്ന ദ്രവ്യം, മോചനദ്രവ്യം കൊടുത്തൊരു എക്സ്ചേഞ്ച് ആണത്. ഈശോയുടെ ജീവൻ ബലിയായി കുരിശിൽ അർപ്പിക്കുമ്പോൾ നമ്മളെ തിരിച്ചു കിട്ടുന്നു, നമ്മുടെ ശിക്ഷ ഇളച്ചു കിട്ടുന്നു, നമ്മളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നു എന്നാണ്. തിമോഥെയോസിൽ എഴുതിയ 1-ാം ലേഖനത്തിന്റെ 2-ാം അധ്യായത്തില് 5-6 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്ക് ഇടയിൽ മധ്യസ്ഥനായ ഒരുവനേയുള്ളൂ, മനുഷ്യനായ ക്രിസ്തുയേശു. അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ മോചന ദ്രവ്യമായി നൽകി. അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ മോചന ദ്രവ്യമായി നൽകി. പത്രോസിന്റെ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 18-19 വാക്യങ്ങളിൽ പറയുന്നുണ്ട്: പിതാക്കന്മാര് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് പൊന്നോ വെള്ളിയോ കൊണ്ടല്ല, മറിച്ച് കറയില്ലാത്ത കുഞ്ഞാടിൻ്റെത് പോലുള്ള യേശുവിന്റെ രക്തം കൊണ്ട് അത്രേ എന്ന് പറയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ സമയം നോക്കാൻ സാധിക്കില്ല, എത്ര മിനിറ്റ് ഞാൻ നോക്കട്ടെ. യെസ്, കർത്താവ് നമുക്ക് കർത്താവ് നമ്മുടെ മോചന ദ്രവ്യമായി എന്ന് പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് 1-2 കാര്യങ്ങൾ കൂടെ ഉള്ളത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 3 കാര്യമാണ്. ഒന്ന്, പാപത്തിൽ നമുക്ക് മോചനം കിട്ടി. ഈ പാപത്തിൽ നിന്ന് മോചനം കിട്ടുക എന്ന് പറയുന്നത് പലരും തെറ്റാതിരിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾക്ക് പാപം കുമ്പസാരിക്കുന്ന ഒരു പാപേറ്റ് പറയുന്നു, നമുക്കവിടെ നമ്മൾ തന്നെ പറയുന്നത് പാപമോചനം എന്നാ പറയുന്നത്. നമുക്ക് പാപമോചനം കിട്ടി എന്ന് പറയും. അല്ല, അച്ഛൻ പറയും ഞാൻ നിനക്ക് പാപമോചനം തരാം എന്ന് പറഞ്ഞിട്ട് പാപമോചനത്തിന്റെ കൂതാശവചനം അച്ഛൻ ഉച്ചരിക്കുന്നു. നമ്മൾക്ക് സമാധാനമായി, നമ്മുടെ പാപം നീക്കപ്പെട്ടു എന്ന് എഴുന്നേറ്റ് പോരുകയാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, സത്യത്തിൽ മോചനം കിട്ടിയോ നമുക്ക്? ജയിലിൽ കിടക്കുന്ന ഒരാള് ഒരു കുറ്റത്തിന് കൊണ്ടുപോയി ജയിലിൽ കൊണ്ടുപോയിട്ടു. അവന്റെ ശിക്ഷാവധി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മോചനദ്രവ്യം കൊടുത്തു കഴിയുമ്പോൾ അവൻ ജയിലിൽ നിന്ന് പുറത്തു പോരും. പിന്നെ അവന് ആ ഒരു കുറ്റത്തിന്റെ പേരിൽ ജയിൽ കിടക്കേണ്ട ആവശ്യം വരുന്നില്ല.
അവൻ ജയിലിൽ നിന്ന് മോചിതനായി. അപ്പൊ പാപമോചനം എന്ന് പറയുന്നത് ശരിയായ അർത്ഥം എന്താ? കുമ്പസാരക്കൂട്ടിൽ വെച്ച് കിട്ടുന്ന പാപക്ഷമ ഒന്നാമത്തെ സ്റ്റെപ്പേ ആയിട്ടുള്ളൂ. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ആ പാപം ഇനി ഒരിക്കലും ചെയ്യാതിരിക്കാനുള്ള പ്രാപ്തിയാണ്. ദ എബിലിറ്റി ടു നെവർ ടു കമ്മിറ്റ് ഇറ്റ് അഗെയിൻ. അപ്പൊ അതുകൂടെ വരുമ്പോഴേ പാപമോചനാകുന്നുള്ളൂ. അപ്പൊ യേശു നേടുത്തുന്നത് പാപമോചനമാണ്. പാപത്തോട് യാതൊരു ബന്ധവും ഇല്ലാത്ത വിധത്തിൽ പരിശുദ്ധമായി ജീവിക്കാനുള്ള കൃപയാണ്. അത് സാധ്യമാണോ എന്ന് സംശയിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ സാധ്യമാണെന്നുള്ള തെളിവാണ് സഭയിലെ വിശുദ്ധന്മാർ. സഭയിലെ എല്ലാ വിശുദ്ധരും തന്നെ തുടക്കത്തിൽ അത്ര നല്ലവരായിരുന്നില്ല. തുടക്കം വിശുദ്ധിയിൽ അല്ലായിരുന്നു. ചിലരൊക്കെ അങ്ങനെയാണ്, എന്നാൽ ഭൂരിപക്ഷം പേരും അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ അവര് പാപത്തെ പൂർണ്ണമായി ജയിച്ച് വിശുദ്ധ ജീവൻ നയിച്ചിട്ടാണ് മരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തു നമുക്ക് വേണ്ടി പാപമോചനം തന്നു എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒത്തിരി ആത്മശോധന ചെയ്യാൻ വിഷയം കിടപ്പുണ്ട് അവിടെ. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പാപം ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ കുരിശ് മരണത്തെ നമ്മൾ നിരാകരിക്കുകയാണ്, അതിനെ ബഹുമാനിക്കാതിരിക്കുകയാണ്, അതിനെ ആദരിക്കാതിരിക്കുകയാണ്, അതിനെതിരായി പ്രവർത്തിക്കുകയാണ് എന്നൊക്കെ അർത്ഥം വരും. അപ്പൊ അതുകൊണ്ടാണ് ക്രൈസ്തവര് മാമോസ മുങ്ങുന്നതിനുള്ള കണ്ടീഷൻ പോലും പാപത്തെയും പാപകാരണങ്ങൾ ഉപേക്ഷിക്കുന്ന ഏറ്റു പറഞ്ഞുകൊണ്ടാണ്. പാപത്തെയും പാപകാരണങ്ങൾ ഉപേക്ഷിക്കുന്ന പറഞ്ഞാലേ അത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞെങ്കിൽ മാത്രമേ ആ മാമോസ വാലിഡ് ആകുകയുള്ളൂ. അത് കണ്ടീഷനാണ്. പിശാചിനെ ഉപേക്ഷിക്കുക, പാപത്തെ ഉപേക്ഷിക്കുക, പാപത്തെ മാത്രം പറയാം, പാപത്തിന്റെ കാരണങ്ങൾ ഉപേക്ഷിക്കണം, പ്ലസ് യേശുവിനെ കർത്താവും ദൈവമായി. ഈ 3 വ്യവസ്ഥകൾ പാലിച്ചെങ്കിലേ മാമോദിസ മുക്കാൻ പാടുള്ളൂ. അല്ല വേറെ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഈ വ്യവസ്ഥ പാലിക്കാതെയുള്ള മാമോദിസ മുക്കല് യഥാർത്ഥ മാമോദിസയായി മാറുന്നില്ല. മാമോദിസയുടെ ഫലമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല വ്യക്തിക്ക്. അപ്പോ ഇതെന്താണ് ഇവിടെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോന്ന് അറിയത്തില്ല. ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇടയ്ക്കൊരു എന്തോ ഒരു സൈൻ വന്നായിരുന്നു. അപ്പൊ അതുകൊണ്ട് പാപത്തിലുള്ള മോചനത്തെ പറ്റി നമ്മൾ പ്രത്യേകിച്ച് ഈ ഹോളി വീക്ക്, ഈ നോമ്പിന്റെ ഈ സന്ദർഭത്തിൽ നമ്മൾ വളരെയധികം എല്ലാവരും ശരിക്കും ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ്. ക്രിസ്തുവിന്റെ കുരിശു മരണത്തിലൂടെ നമുക്ക് യഥാർത്ഥ പാപമോചനം കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മള് ബാങ്കിൽ കൊണ്ടുപോയി പണം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ധൈര്യമാണ് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് പൈസ എടുക്കാമല്ലോ. പണം ഇവിടെ ഉണ്ടെന്ന് ഉറപ്പുള്ളിടത്തോളം കാലം നമുക്ക് പൈസ എടുക്കാം. എന്ത് ചെലവ് വന്നാലും പൈസ എടുക്കാൻ പറ്റുന്ന പോലെ ഇതുപോലെയാണ് കർത്താവ് കുരിശിൽ മരിച്ചപ്പോൾ നമുക്ക് പാവനം നേടി തന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അത് നമ്മൾ വിശ്വസിച്ചാലേ നമുക്കത് സ്വന്തമാവുകയുള്ളൂ. വിശ്വാസം മൂലമാണ് രക്ഷ എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അത് വിശ്വസിക്കണം. വിശ്വസിച്ചു കഴിയുമ്പോൾ നമുക്ക് പാപത്തെ അതിജീവിക്കാൻ, പാവപ്രലോഭനങ്ങളെ തോൽപ്പിക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ സാധിക്കും. അതാണ് ഒരു കാര്യം. ഈശോ അതിന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 8:34 36 ഈശോ 8:34 പറയുന്നത് പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണെന്നാണ്. 8:36 പറയുന്നത് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും എന്ന് തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം പാപത്വ മോചനത്തെ പറ്റി പറഞ്ഞു. രണ്ടാമത്തേത് ദുഷ്ടനിൽ നിന്നുള്ള മോചനത്തെ പറ്റിയാണ്. ഒത്തിരി പേര് ഈ ഡെലിവറൻസ് പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് വെപ്രാളം പിടിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഡെലിവറൻസ് ഉള്ള ധ്യാനങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. സത്യത്തിൽ എന്താണ് ഇതേപ്പറ്റി എന്താ അറിഞ്ഞിരിക്കുന്നത്? CCC 407 പറയുന്നത് ആദത്തിന്റെ പാപത്തോടെ പിശാചിന് മനുഷ്യവർഗത്തിന്റെ മേൽ ഒരു തരം അധികാരം കിട്ടിയിട്ടുണ്ടെന്നാണ്. അത് സൂചന, ഒരു തരം അധികാരമാണ്. പക്ഷേ ഈ പിശാചിനെ കർത്താവ് തന്റെ കുരിശിലെ മരണസമയത്ത് മുഴുവനായി തകർത്തിട്ടുണ്ടെന്ന കാര്യം നമ്മൾ മറന്നു പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കണ്ടാലും അത് പിശാചിന്റെ പ്രവർത്തിയാ, ഇത് പിശാചിന്റെ പ്രവർത്തിയാ, ഒരു ട്രാഫിക് ഇച്ചിരി ബ്ലോക്ക് വന്നാൽ മതി, അവൻ പണത് ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ വലിയ വിശ്വസ്തരും വിശ്വാസികളായിട്ട് വായിന്ന് കൂടെ വരുന്നത് ഞാൻ കേൾക്കാറുള്ളതാണ്. അവൻ പണതാ ഇങ്ങനെ പിശാചിന് ഇല്ലാത്ത ഒരു അധികാരം നമ്മൾ
അംഗീകരിച്ചു കൊടുക്കാറുണ്ട്. സത്യത്തില് അത് വിശ്വാസ വിരുദ്ധമായ ഒന്നാണ്. കൊളോസസ് ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇക്കാര്യങ്ങളെ പറ്റി. അദ്ദേഹം പറയുന്നതാണ്, നമുക്കെതിരായ ലിഖിത നിയമങ്ങൾ ക്രിസ്തു മായ്ച്ചു കളയുകയും അവ കുരിശിൽ തറച്ച് നമ്മുടെ മധ്യേ നിന്ന് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളും അധികാരങ്ങളും നിരായുധമാക്കുകയും കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിക്കുകയും ചെയ്തുകൊണ്ട് അവയെ പരസ്യമായി അവഹേളനപാത്രങ്ങളാക്കി. അപ്പൊ ആധിപത്യങ്ങളും അധികാരങ്ങൾ എന്ന് പറയുന്നത് പിശാചിനെ പറ്റിയാണ്. ഈ ആധിപത്യങ്ങളും അധികാരം ക്രിസ്തു കുരിശിൽ തറച്ച്, ഇംഗ്ലീഷ് ഒരു ട്രാൻസ്ലേഷൻ ഞാൻ വായിച്ചിങ്ങനെ, ഹി ഡിസാംഡ് ദി എനിമി എന്നാണ്. ഇപ്പം ശത്രുവിന്റെ കയ്യിലെ ആയുധമാണല്ലോ അവനെ ശക്തനാക്കുന്നത്. ആയുധമില്ല പിന്നെ അവനെ എന്തിനു കൊള്ളാം? സാധാരണ മനുഷ്യൻ തുല്യനാണവൻ. അപ്പൊ ഈശോ കുരിശിൽ മരിച്ചപ്പോൾ പിശാചിന്റെ കൈകൾ നമ്മളെ ആക്രമിക്കാൻ ഉണ്ടായിരുന്ന ആയുധമെല്ലാം കർത്താവ് പിടിച്ചെടുത്തു കഴിഞ്ഞു. ഹി ഡിസാംഡ് ദി എനിമി. പിന്നെന്തിനാണ് ഈ പേടിക്കുന്നത്? അപ്പൊ എന്ത് അനർത്ഥം വന്നാലും, എന്ത് ക്ലേശം വന്നാലും, എന്ത് കഷ്ടപ്പാട്, എല്ലാത്തിന്റെയും പിറകിൽ പിശാചിന്റെ പുറത്തെയാന്ന് പറയുന്നത് ക്രൈസ്തവ വിശ്വാസ വിരുദ്ധമായ പ്രഖ്യാപനമാണ്. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ ഒരിടത്തും പിശാചിനെ നമ്മൾ ഏറ്റു പറയുന്നില്ല. വിശ്വാസ പ്രമാണത്തിൽ ഏറ്റു പറയുന്നത് എന്താ? പിതാവായ ദൈവത്തെയും പുത്രനായ ദൈവത്തെയും പരിശുദ്ധാത്മാവായ ദൈവത്തെയും ഏറ്റു പറയുന്നു. നമ്മൾ രക്ഷ പ്രാപിച്ചതിനെ പറ്റി ഏറ്റു, അല്ലാതെ പിശാചി നമ്മളെ ആക്രമിക്കുന്നതിനെ പറ്റി ഒരിടത്തും പറയണ്ടോ? ചിലർക്ക് അങ്ങനെ ഒരു അബദ്ധത്തിൽ, പ്രത്യേകിച്ച് മലയാളികളെ നമുക്ക് വന്നിരിക്കുന്ന അബദ്ധമാണ്. പിശാചിനെ ഒഴിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഉണ്ട്. കർത്താവിന്റെ കാലത്ത് കർത്താവ് പിശാചിനെ ഒഴിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അമിത പ്രാധാന്യം, ഓവർ സ്ട്രെസ് അതിന് കൊടുത്ത് ഈ പിശാചിനെ പ്രഘോഷിക്കുന്നതായിട്ട് നമ്മൾ മാറിയിട്ടുണ്ടോ സംശയമുണ്ട്. സത്യത്തിൽ വചനം പറയുന്നത് ഒരു ചെറിയ സ്വാധീനം, അതാണ് കർത്താവ് 33:15 തന്നെ പറയുന്നുണ്ട്. അവൻ കുതികാൽ പരിക്കേൽപ്പിക്കാൻ പറ്റിയേക്കോന്, പരിക്കാൽ കേൾക്കാത്ത ആരാവുള്ളു. കുതികാൽ പരിക്കേറ്റുന്നത് നമുക്ക് എന്താ കുഴപ്പം? ആ കുതികാൽ പരിക്കേൽപ്പിച്ചുകൊണ്ട് തല തകർത്തവൻ യേശുവ. തല തകർത്താ പിന്നെ വാലിന് ബലമുണ്ടോ? തല തകർത്താ പിന്നെ വാല് തീർന്നു. അപ്പൊ ഈശോ 33:15 ഈശോ അവന്റെ തല തകർത്തു. എന്നിട്ട് നമ്മൾ വാലയെ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അനാവശ്യമായ ഒരു ഭക്തി പിശാചിനോട്, ഒരുതരം ഭക്തി തന്നെയാണ് അത് എന്ന് എനിക്ക് തോന്നുന്നത്. അവനില്ലാത്തൊരു അധികാരം നമ്മൾ കൽപ്പിച്ചു കൊടുക്കുകയാണ്. അത് ഈശോയുടെ കുരിശുമരണത്തിന്റെ ശക്തിയെ നമ്മൾ അവഗണിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ബോധപൂർവ്വം അല്ലെങ്കിൽ പോലും ഈശോയുടെ കുരിശുമരണത്തിന്റെ ആ സർവശക്തി നമ്മൾ ഏറ്റുപറയുന്നില്ല. അത് പിശാചിനാണ് നമ്മൾ ഏറ്റുപറയുന്നത്, പലപ്പോഴും അറിയാതെ. അപ്പൊ അതുകൊണ്ട് പിശാചിന്റെ മേൽ കർത്താവ് പൂർണ്ണ അവനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. അവനെ നമ്മൾ വിവേകമുള്ളവരായിരിക്കണം. അവനില്ലെന്ന് പറയരുത്, അവനുണ്ട്, അവന്റെ പ്രവർത്തികൾ നടക്കുന്നുണ്ട്. പക്ഷെ ആവശ്യത്തിൽ കവിഞ്ഞൊരു പ്രാധാന്യം അവന് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം നേരെ മറിച്ച് ചെയ്യേണ്ടത് എന്താ? ക്രിസ്തുവിന്റെ വിശ്വാസ പ്രമാണം ചില ആൾക്കാർ 33 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലും. അവരുടെ വിചാരം 33 പ്രാവശ്യം ചൊല്ലുന്നത് എന്തോ മെക്കാനിക്കൽ എഫക്ട് എന്നാ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അനുസരിച്ച് അങ്ങനെയുള്ള മെക്കാനിക്കൽ ആട്രിബ്യൂട്ടിങ് മെക്കാനിക്കൽ പവർ ടു സർട്ടൻ പ്രേയേഴ്സ്, അത് ഒന്നാം പ്രമാണ ലംഘനമായിട്ടാണ് സഭ പഠിപ്പിക്കുന്നത്. 33 പ്രാവശ്യം ചൊല്ലിക്കൊണ്ടൊന്നുമല്ല, 10 പ്രാവശ്യം ചൊല്ലിക്കൊണ്ടൊന്നുമല്ല, വിശ്വാസപ്രമാണം ചൊല്ലിയത് കൊണ്ടുമല്ല. വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന കാര്യങ്ങൾ നീ വിശ്വസിക്കുന്നെങ്കിലേ നിനക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റുള്ളൂ. വിശ്വാസം മൂലം കൃപയാ രക്ഷ, അല്ലാതെ 10 പ്രാവശ്യം നീ ആക്കൂടി ഇല്ലതുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് വിശ്വസിക്കണം. എന്താ വിശ്വാസ പ്രമാണത്തിൽ വിശ്വസിക്കുന്നത്? ക്രിസ്തു തന്റെ കുരിശുമരണം, മനുഷ്യോദ്ധാരം, മരണം, ഉദ്ധാനം വഴി ലോകത്തെയും പാപത്തെയും മരണത്തെയും സാത്താൻ തോൽപ്പിച്ചു. ഇത് നമ്മൾ വിശ്വസിച്ചേറ്റ് പറയുന്നു. അങ്ങനെ വിശ്വസിച്ചാൽ പിന്നെ നമ്മൾ ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയാണ്, നമ്മൾക്ക് അങ്ങനെയുള്ള ചില പ്രാർത്ഥനാ രീതികൾ, ധ്യാനങ്ങൾ, ശുശ്രൂഷകൾക്കെല്ലാം അമിത പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാനസാന്തരത്തിന്റെ സ്ട്രെസ് പോകും. ക്രിസ്തു സുവിശേഷം പ്രസംഗിക്കാനാണ് വന്നത്, പിശാചിനെ പ്രസംഗിക്കാൻ വന്നിട്ടില്ല. ക്രിസ്തു ഒരിക്കലും പിശാചിനെ പ്രസംഗിച്ചിട്ടുമില്ല. ക്രിസ്തു സുവിശേഷം പ്രസംഗിച്ചിട്ടുള്ളൂ. മാനസാന്തരപ്പെടുക, അതാണ് ക്രിസ്തുവിന്റെ സുവിശേഷ പ്രസംഗത്തിന്റെ ഏക തീം. മാനസാന്തരപ്പെടുക. ക്രിസ്തു പിശാചിനെ ഒഴിപ്പിച്ചിട്ടുണ്ട്, അത് ശരി. പക്ഷെ ക്രിസ്തു പിശാചിനെ പ്രഘോഷിച്ചിട്ടില്ല, അവൻ വലിയനാണെന്ന് പറഞ്ഞിട്ടുമില്ല. നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നുണ്ടെന്നുള്ള കാര്യം പ്രത്യേകം ഞാൻ ശ്രദ്ധയപ്പെടുത്തുകയാണ് എല്ലാവരുടെയും. ഇനി മൂന്നാമത്തെ കാര്യം, അപ്പൊ 2 കാര്യം പറയുന്നത്: പാപത്തിൽ നിന്ന് മോചനം, 2 പിശാചിൽ നിന്നുള്ള മോചനം, മൂന്നാമത്തത് വരാനിരിക്കുന്ന ക്രോധത്തിൽ നിന്നുള്ള മോചനം. റോമാലേഖനം എല്ലാം വായിക്കാൻ നമുക്ക് സമയമില്ല. റോമാലേഖനത്തിലെ ഒരു ഭാഗം മാത്രം വായിക്കാം. അതായത് ഈ പാപത്തിന് ശിക്ഷ മാത്രമല്ല, പാപത്തിന് ദൈവത്തിന്റെ ക്രോധം കൂടി വരുമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്നത്. റോമാലേഖനം 1:18 അത് പറയുന്നത് ഇങ്ങനെയാണ്:
എന്നാൽ തങ്ങളുടെ അനീതിയാൽ സത്യത്തെ ഞെരുക്കുന്ന മനുഷ്യരുടെ സകല ദൈവനിഷേധത്തിനും നീതിരാഹിത്യത്തിനും എതിരായി ദൈവത്തിന്റെ ക്രോധം ആകാശത്ത് നിന്ന് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ക്രോധം എന്ന് പറയുന്ന സംഗതിയുള്ളത്, ക്രോധം എന്ന് പറയുന്ന കോപവും ശിക്ഷയൊന്നുമല്ല, അതിനേക്കാളെല്ലാം താരതമ്യം ചെയ്യാനാവാത്ത ഭയാനകമായ ശിക്ഷാവിധിയാണത്. പക്ഷെ റോമ 5 ബാക്കി ടെക്സ്റ്റുകൾ ഞാൻ വായിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് റോമ 5 ഇതിന്റെ ഗുഡ് ന്യൂസ് പറഞ്ഞു തരുന്നിട്ടുണ്ട്. റോമ 5:8 മുതൽ 9 വരെയാണ്. അതുപോലെ സപ്സലം പറയുന്നത് ഇങ്ങനെയാണ്: നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതിലൂടെ ദൈവം നമ്മോടുള്ള തന്റെ സ്നേഹം സ്പഷ്ടമാക്കിയിരിക്കുന്നു. ഇപ്പോൾ അവന്റെ രക്തത്താൽ നീതിമൽക്കരിക്കപ്പെട്ട നാം അവൻ മൂലം എത്ര അധികമായി ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അപ്പൊ ക്രിസ്തുവിന്റെ കുരിശുമരണം നമുക്ക് പാപത്തിൽ നിന്ന് മോചനം തന്നു, ദുഷ്ടനിൽ നിന്ന് മോചനം തന്നു. വരാണ്ടിരിക്കുന്ന ക്രോധമാണ്. അത് എന്താണ്, ടൈപ്പ് എന്താണെന്ന് നമുക്ക് ആർക്കൊരു പിടിയില്ല. അതിൽ നിന്നും ക്രിസ്തുവിന്റെ കുരിശുമരണത്താൽ നമുക്ക് നിത്യമായ മോചനം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ വലിയ ആഴ്ചയിലൊക്കെ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ധ്യാന വിഷയമാക്കാനായിട്ട് പരിശ്രമിക്കാം. തീർച്ചയായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ സ്വീകരിക്കട്ടെ. എല്ലാവർക്കും വിശുദ്ധ വാരത്തിന്റെയും കർത്താവിന്റെ പീഡാസഹന മരണ ഉയർപ്പിന്റെയും അനുഗ്രഹങ്ങളും ഫലങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്.